നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രത്തിൻ്റെ ഏതോ വഴിത്തിരിവിൽ ഉത്തര കേരളത്തിൽ നിന്ന് ഏതാനും ബ്രാഹ്മണ കുടുംബങ്ങൾ ഈ മേഖലയിൽ കുടിയേറി പാർത്തുവെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് കാക്കാറുപള്ളി. ഈ കാക്കാറുപള്ളിയിൽ നിന്ന് പിരിഞ്ഞ് മഠം എന്ന് പറഞ്ഞ വേറൊരു കുടുംബമുണ്ട്. ഈ രണ്ട് കുടുംബക്കാരുടെയാണ് ഈ ക്ഷേത്രം. ഈ കാക്കാറുപള്ളി കുടുംബത്തിൻ്റെ പരദേവത ആണ് ഈ അറയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഭഗവതിയാണ്, ഭദ്രകാളി സങ്കല്പമാണ്. പല കഥകളുമുണ്ട്. ഞങ്ങളുടെ പൂർവികർ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലൊരു കാവ്, ഒരു ദ്രാവിഡ ക്ഷേത്ര സങ്കേതം ഉണ്ടായിരുന്നുവെന്നും അത് ഈ കുടുംബം ഏറ്റെടുത്തുവെന്നും പിൽക്കാലത്ത് ഈ ദേവതാ സങ്കല്പം അവിടെ പ്രതിഷ്ഠിച്ചു എന്നുമൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും അതിൻ്റെയൊക്കെ സ്മരണ പുതുക്കുന്ന തരത്തിൽ ഈ നാട്ടുകാർക്ക് ആ ക്ഷേത്രവുമായി മറ്റെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്. ഇപ്പോഴും വൃശ്ചികം 1-ാം തീയതി സമീപത്തുള്ള കരകളിൽ നിന്നൊക്കെ കതിർക്കറ്റയും ഏന്തി കർഷക തൊഴിലാളികൾ ഇവിടെ വരികയും വൃശ്ചികം എന്നൊരു പ്രത്യേക ചടങ്ങായിട്ട് ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ ബന്ധത്തെ അനുസ്മരിക്കുന്നതാണ് ആ ചടങ്ങെന്ന് വിശ്വസിക്കുന്നത്. പിൽക്കാലത്ത് ആധുനിക ക്ഷേത്രമായി വികസിക്കുകയും കുംഭഭരണി, മീനഭരണി അങ്ങനെയുള്ള വിവിധ ഉത്സവങ്ങളോടുകൂടി ഒരു കാരിപ്പടവത്തുകാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ദൈവക്ഷേത്രമായി വികസിക്കുകയും ചെയ്തു. സാധാരണ ദേവീക്ഷേത്രങ്ങൾ വ്യത്യസ്തമായിട്ട് ഒരു വശത്ത് ദുർഗയും ഒരു വശത്ത് കാളിയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ശൈവക്ഷേത്രവുമാണിത്. അതുകൊണ്ടൊരു ഏറ്റുവാനൂരപ്പൻ എന്നുള്ള പേര് വരെ ആളുകൾ പറയാറുണ്ട്. നടുക്ക് ശിവനും ഒരു വശത്ത് ദുർഗയും ഒരു വശത്ത് ഭദ്രകാളിയും. അങ്ങനെയുള്ള അപൂർവം ക്ഷേത്രങ്ങളൊന്നാണിത് എന്ന് ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിൻ്റെ.